രാജ്യത്തിന്റെ മിലിറ്ററി ഡ്രോണിനെ ഹാക്ക് ചെയ്യാൻ ആദ്യം അതിന്റെ കൺട്രോൾ സിസ്റ്റം തകർക്കണമെന്നില്ല. ചിലപ്പോൾ അതിലെ ഒരു ചെറിയ ക്യാമറ കോമ്പണന്റ് മതി. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നാണ് അത്തരം ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധി പുറത്തു വരുന്നത്. സ്വന്തം രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ഏറ്റവും രഹസ്യമായിട്ട് നടത്തുന്ന പരിശീലനങ്ങളും മീറ്റിംഗുകളും ചൈനയിലെ ബീജിംഗിലിരുന്ന ചൈനീസ് ഇന്റലിജൻസ് കാണുന്നുണ്ടായിരുന്നു. UK പ്രതിരോധ മന്ത്രാലയം അതിനൂതന സാങ്കേതിക വിദ്യയോടെ പണം കൊടുത്ത് വാങ്ങിയ K3 സ്കൗട്ട് ഡ്രോൺ ബോട്ടുകളിൽ ഘടിപ്പിച്ച ക്യാമറകൾ ഒരു ചൈനീസ് IP അഡ്രസ്സിലേക്ക് നിരന്തരം രഹസ്യ സന്ദേശങ്ങൾ അയക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. വാർത്ത പുറത്തു വന്നതോടെ ബ്രിട്ടനിലെ പ്രതിരോധ മേഖല ഒന്നടങ്കം നടുക്കത്തിലാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ബ്രിട്ടന്റെ സുരക്ഷാ വിവരങ്ങൾ ചോർന്നോ? ഈ ചൈനീസ് ക്യാമറകൾ ഡ്രോണിൽ എങ്ങനെ എത്തി? പൂർണ്ണ വിവരങ്ങളൊന്നും നോക്കാം. ആദ്യം തന്നെ ഈ സംഭവത്തിലെ താരം ആരാണ് എന്ന് നോക്കാം. അത് K3 സ്കൗട്ട് അൺക്രൂഡ് സർഫസ് വെസൽ. ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയായ ക്രാക്കൻ ടെക്നോളജി ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ഡ്രോൺ ബോട്ടാണിത്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, കടലിൽ 30 ദിവസത്തോളം തുടർച്ചയായിട്ട് സർവീസ് നടത്താൻ ശേഷിയുള്ള മോഡ്യുലർ ഡിവൈസ്. ബ്രിട്ടന്റെ റോയൽ നേവി 2026 മാർച്ചിൽ തങ്ങളുടെ പ്രോജക്ട് ബീഹൈവ് വഴിയാണ് ഏകദേശം 12.3 മില്യൺ പൗണ്ട്, ഏകദേശം 130 കോടിയോളം രൂപ ചെലവഴിച്ച് 20 ഡ്രോൺ ബോട്ടുകൾ വാങ്ങുന്നത്. ബ്രിട്ടന്റെ ഏറ്റവും എലീറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് ആയ 47 കമാൻഡോയും സ്പെഷ്യൽ ബോട്ട് സർവീസ് SBS കമാൻഡോകളുമാണ് ഈ വർഷം മാർച്ച് മുതൽ ഈ ഡ്രോൺ ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് നേവി ഇതിനെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായാണ് കാണുന്നത്. അതായത് ഭാവിയിൽ നേവിയിൽ മാൻഡ് വാർഷിപ്സ് മാത്രം ഉണ്ടാകില്ല, ക്രൂഡ് ഷിപ്സും അൺമാൻഡ് ബോട്ടുകളും ഓട്ടോണമസ് സിസ്റ്റംസ് ഇവയെല്ലാം ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് നേവിയാണ് ലക്ഷ്യം. സെക്കൻഡ് സീ ലോർഡ് വൈസ് അഡ്മിറൽ പോൾ ബേറ്റി പോലും ഈ അക്വിസിഷനെ റോയൽ നേവിയുടെ ഹൈബ്രിഡ് നേവി ജേർണിയിലെ സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ആയിട്ടാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ K3 സ്കൗട്ട് എന്നത് ഒരു പരീക്ഷണ നീക്കമല്ല. ബ്രിട്ടന്റെ ഭാവി യുദ്ധങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്ന ഓട്ടോണമസ് മിലിറ്ററി പ്ലാറ്റ്ഫോമാണിത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പോലെയുള്ള തന്ത്രപ്രധാനമായ കടലിടുക്കുകളിൽ പാട്രോളിംഗിനും നിരീക്ഷണത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അടുത്തിടെയാണ്. UK ഡിഫൻസ് മിനിസ്ട്രി തങ്ങളുടെ മിലിറ്ററി ഉപകരണങ്ങളിൽ നടത്തിയ ഒരു സാധാരണ റൂട്ടീൻ സൈബർ വൾണറബിലിറ്റി അസസ്മെന്റിലാണ് ഈ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരുന്നത്. K3 സ്കൗട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന ക്യാമറാസിന്റെ ചില കോമ്പണന്റ്സ് ചൈനയിൽ നിർമ്മിച്ചതായിരുന്നു. ഈ ക്യാമറാസ് ഒരു തേർഡ് പാർട്ടി സപ്ലയർ വഴിയാണ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. റൂട്ടീൻ സൈബർ വൾണറബിലിറ്റി അസസ്മെന്റ് നടത്തുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഒരു അസാധാരണ കമ്മ്യൂണിക്കേഷൻ കണ്ടെത്തിയത്. ഡ്രോൺ ബോട്ടുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രധാന സർവേലൻസ് ക്യാമറകൾ UK സിസ്റ്റത്തിൽ നിന്നുമല്ലാതെ ബെയ്ജിംഗിലെ ഒരു ചൈനീസ് IP അഡ്രസ്സിലേക്ക് നിരന്തരം സിഗ്നൽസ് അയക്കുന്നു. എന്താണ് ഈ സിഗ്നൽസ് എന്ന് നോക്കുമ്പോൾ ടെക്നിക്കൽ ഭാഷയിൽ ഇതിനെ ഹാർട്ട് ബീറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വിളിക്കും. അതായത് ഞാൻ ഇവിടെ ഓണാണ്, വർക്കിംഗ് ആണ് എന്ന് കാണിച്ച് ഒരു ഉപകരണത്തിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഓട്ടോമേറ്റഡ് സിഗ്നലാണിത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ ബോട്ടുകൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ പോലും ഈ ക്യാമറാസ് ബാക്ക്ഗ്രൗണ്ടിൽ സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ ഒരു സംഭവം പിടിക്കപ്പെട്ടതോടെ ബ്രിട്ടീഷ് സൈന്യം ഒട്ടും സമയം കളയാതെ ഡ്രോണുകളിലെ ക്യാമറകൾക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി പൂർണ്ണമായും ഡിസ്കണക്ട് ചെയ്തു. ഇനി പൊതുജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ചോദ്യങ്ങൾക്ക് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന് മറുപടി നൽകേണ്ടി വന്നു. MODയുടെ ഔദ്യോഗിക പ്രതികരണം ഇങ്ങനെയാണ്: ഞങ്ങളുടെ അന്വേഷണത്തിൽ ഡ്രോണിൽ നിന്നുള്ള സുപ്രധാന ഡേറ്റയോ തന്ത്രപ്രധാന ദൃശ്യങ്ങളോ ചൈനയിലേക്ക് ചോർന്നിട്ടില്ല. ഇതൊരു സർവീസ് പൈപ്പ്ലൈൻ വൾണറബിലിറ്റി മാത്രമാണ്. ഞങ്ങളുടെ സൈബർ ടെസ്റ്റിംഗ് വഴി തുടക്കത്തിലേ ഇത് കണ്ടെത്താൻ കഴിഞ്ഞു. നിർമ്മാതാക്കളായ ക്രാക്കൻ ഗ്രൂപ്പ് പറയുന്നത് ക്യാമറാസ് നിർമ്മിച്ചത് UK തേർഡ് പാർട്ടി വിതരണക്കാരാണ്. അവരത് സുരക്ഷിതമാണ് എന്നും NDAA കോംപ്ലിയന്റ് ആണ് എന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ക്യാമറയുടെ ഇന്റേണൽ സർക്യൂട്ടിൽ ചൈനീസ് നിർമ്മിത ചിപ്പുകളും കോമ്പണന്റ്സും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് വൈകിയാണ് മനസ്സിലായത്. വാർത്ത പുറത്തു വന്നതോടെ ബ്രിട്ടനിലെ പ്രതിപക്ഷം സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഷാഡോ സെക്യൂരിറ്റി മിനിസ്റ്റർ അലീഷ്യ കിയേൺസ് രോഷത്തോടെ ചോദിച്ചത് ഇതാണ്: നമ്മുടെ മിലിറ്ററി ഉപകരണങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ അതിൽ പിന്നെ എങ്ങനെയാണ് രാജ്യത്തിന് പരമാധികാരമുള്ളത്? ചൈനീസ് നിർമ്മിത കോമ്പണന്റ്സ് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിന്റെ മുഖവും അവരുടെ ഏറ്റവും രഹസ്യമായ പരിശീലനങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിശയിക്കുകയല്ല വേണ്ടത്, കടുത്ത അമർഷം രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. യഥാർത്ഥ ഭീഷണി എന്താണ് എന്ന് നോക്കുമ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് റോയൽ നേവിയുടെ ഏറ്റവും അതീവ രഹസ്യ സ്വഭാവമുള്ള കമാൻഡോ ഓഫീസർമാരുടെ മീറ്റിംഗുകൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് സമീപത്തായിരുന്നു. ക്യാമറയിൽ വീണ മുഖങ്ങളോ ലൊക്കേഷൻ വിവരങ്ങളോ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫീസേഴ്സിന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. ഇതുകൂടാതെ ബ്രിട്ടൻ നിർമ്മിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന വൻകിട ആയുധങ്ങളുടെ സപ്ലൈ ചെയിനിൽ ഇപ്പോഴും ചൈനീസ് ഉൽപ്പന്നങ്ങൾ കടന്നുകൂടുന്നു എന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഡേറ്റയൊന്നും ചോർന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷയം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് സൈനിക വൃത്തങ്ങളിൽ ഇതൊരു വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ്. മുൻപ് ഹുവേ പോലെയുള്ള ചൈനീസ് ടെക് ഭീമന്മാരെ നിരോധിച്ച ബ്രിട്ടൻ ഇപ്പോഴും സ്വന്തം പ്രതിരോധ ഉപകരണങ്ങളിൽ ചൈനീസ് ചിപ്പുകൾ കടന്നുകൂടുന്നത് എങ്ങനെ തടയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.